ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സെയിം സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിയോങ് ആണെങ്കിൽ ഇപ്പോൾ ദാവോനെ സുഹ്യോൻ്റെ കൂടെ വിടാതെ തടയുന്നുണ്ട്. എന്നാൽ ആ സമയം സുഹ്യോനാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എഴുതിയിട്ട് ദാവോൻ തന്നെ മുന്നോട്ടിറങ്ങിയിട്ട് സുഹ്യോനെ വിളിച്ചുകൊണ്ട് വാ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ ദാവോൻ പോവല്ലേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അവൻ്റെ ആ ഒരു സങ്കടം കാണുമ്പോൾ ദാവോന് പോകുന്നോന്ന് തോന്നുന്നില്ല. അതേ ടൈമിന് ദാവോൻ എങ്ങാനും തിരിച്ച് സിയോങ്ങിൻ്റെ അടുത്ത് പോയി കളയുമെന്ന് പേടിച്ചിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹ്യോനാണെങ്കിൽ ദാവോനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലാണ്. റൂമിലെത്തിയോണ്ടേ തന്നെ സുഹ്യോനാണെങ്കിൽ ദാവോനെ കിസ് ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും വലുതായിട്ട് ദാവോൻ തടയുന്നില്ല. പക്ഷെ അവൻ തിരിച്ച് പിന്നീട് കിസ് ചെയ്യാതെ പുറത്തേക്ക്, അതായത് സിയോങ് നിൽക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് സുഹ്യോനാണെങ്കിൽ അവനെ കിസ് ചെയ്യുന്നത് നിർത്തിയിട്ട് എൻ്റെ മുന്നിൽ വെച്ച് മേലാൽ അവൻ ആ കണ്ണോടെ നോക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവോൻ ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് സിയോങ്ങിനെ കൊന്നു കളയും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനായിട്ട് സുഹ്യോൻ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് രാത്രി സുഹ്യോൻ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ദാവോനാണെങ്കിൽ റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പേ സുഹ്യോൻ കിടന്നുറങ്ങുന്നത് ഒന്ന് നോക്കുന്നുണ്ട്. അവൻ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇവനങ്ങനെ അവനെ നോക്കിയിട്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം സുഹ്യോൻ എഴുന്നേൽക്കുന്നുമുണ്ട്. അങ്ങനെ ദാവോനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ടൈമിന് സിയോങ് അവൻ്റെ അടുത്തേക്ക് വരുന്ന കാണുവാണ്. ആ സമയം അവൻ പതുക്കെ അവൻ്റെ റൂമിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ സുഹ്യോനാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം സിയോങ് ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. സിയോങ് അങ്ങനെ വന്നിട്ട് നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചപ്പോൾ ദാവോനാണെങ്കിൽ നീ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നീ നിൻ്റെ കാര്യം നോക്കി പോകാനായിട്ട് പറയുന്നുണ്ട്. ദാവോനിപ്പോൾ ഇവൻ്റെ ഇത്തിരി ഹാർഷായിട്ട് സംസാരിക്കുന്നത് സിയോങ്ങിൻ്റെ ലൈഫിൽ നിന്ന് പോകാനാണ്. കാരണം ഇല്ലെങ്കിൽ സുഹ്യോൻ അവൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഹാർഷായിട്ട് സംസാരിച്ചെങ്കിലും സിയോങ് താൻ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ദാവോനപ്പോൾ ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നീ കണ്ടതല്ലേ, സുഹ്യോൻ വന്നതും ഞാൻ നിന്നെ ഇട്ടിട്ട് പോയില്ലേ, നിൻ്റെ അടുത്ത് ഞാൻ സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും. എന്നാൽ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ നിന്നെ വിട്ടുകളയും. ഇനിയിപ്പോൾ ആ ആൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ തിരിഞ്ഞു വരെ നോക്കാത്ത അവസ്ഥയാവും. ഞാൻ ഇങ്ങനത്തെ ഒരുത്തനാ, നീ അതുകൊണ്ട് ചുമ്മാ വിഷമിക്കണ്ടെങ്കിൽ പോകാനായിട്ട് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനോ, എത്ര കാലത്തേക്ക്, 1 മാസത്തേക്കോ അതോ 1 വർഷത്തേക്കോ, കുറച്ച് ദിവസത്തേക്കുള്ളിൽ നിനക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നീ അങ്ങ് പോകുന്നതാ നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇവരുടെ ഇടയിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ടെന്ന് സുഹ്യോന് അവിടെ ബാൽക്കണിയിൽ നിന്ന് കാണാം. എന്നാൽ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദേഷ്യം അവന് തോന്നുന്നുണ്ട്. അതേസമയം ദാവനാണെങ്കിൽ സിയോങ്ങിൻ്റെ അടുത്ത് മറ്റൊന്നും പറയാൻ നടന്നു പോയി തുടങ്ങുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദാവൻ അതിനൊരു മറുപടി കൊടുക്കാതെ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഓഫീസിലാണെങ്കിൽ സുഹ്യോനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ലിഫ്റ്റിൽ കയറി പോകുന്ന ടൈമിനാണ് സിയോങ്ങും അങ്ങോട്ടേക്കൊന്ന് ലിഫ്റ്റിൽ കയറുന്നത്. സിയോങ് ആണെങ്കിൽ സുഹ്യോനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം സുഹ്യോനാണെങ്കിൽ സിയോങ്ങിനെ നോക്കിയിട്ട് നിൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നല്ലോ, രാത്രി എന്തേ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ, അതിന് മാത്രം നമ്മൾ ക്ലോസ് ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ അത് പിന്നെ ഇന്നലെ രാത്രി നീയാണെങ്കിൽ അതിര് വിട്ട് പെരുമാറിയില്ലേ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ക്ലോസ് ആയി കാണുന്നത്. ആ സമയം സിയോങ് ആണെങ്കിൽ അതിര് വിട്ട് പെരുമാറിയെന്നോ, ആരാ പെരുമാറിയ, അത് നീയാ ഞാനല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം സുഹ്യോനാണെങ്കിൽ നീ എന്താ പറയുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും സിയോങ് എന്തേ ദേഷ്യം വരുന്നുണ്ടോ, ഇന്നലത്തെ പോലെ എൻ്റെ കോളറിൽ പിടിക്കാനായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെ കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണത്തില്ലേ എന്ന് സിയോങ് പറയാണ്. സുഹ്യോനപ്പോൾ മറ്റുള്ളവർ കണ്ടാൽ എനിക്കെന്താ കുഴപ്പം, ഞാൻ എന്തിനാ പേടിക്കണേന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് അപ്പോൾ പേടിയില്ലല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവണമുണ്ട്, അവൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. സുഹ്യോനാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട്. അതിനുശേഷം ഇവരാണെങ്കിൽ മീറ്റിംഗ് ഇരിക്കുകയാണ്. അതായത് ഈ മീറ്റിങ്ങിൽ ആകെ സിയോങ്ങും പിന്നെ സുഹ്യോനും ദാവനും മാത്രമേ ഉള്ളൂ. ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇവർ 3 പേരായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസ്കഷനാണ്. ദാവോൻ അവിടെ ഇരുന്നിട്ട് മീറ്റിങ്ങിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ സുഹ്യോനും ദാവോനും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ടത് കണ്ട് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തിരിച്ചൊന്നും പറയുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ട് സുഹ്യോനാണെങ്കിൽ ഒന്നുകൂടെ സിയോങ്ങിനെ ഒന്ന് വിഷമിപ്പിക്കാനായിട്ട് ദാവോനെ അവൻ്റെ അടുത്തേക്ക് നല്ല ചേർത്ത് ക്ലോസ് ആക്കി കൊണ്ടുവന്നിട്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും സിയോങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയം ദാവോനാണെങ്കിൽ ഇപ്പം മീറ്റിംഗ് അല്ലേ, നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവനറിയാം എന്തൊക്കെയാണ് സിയോങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന്. എന്നാൽ അവനിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ടേ സിയോങ് അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ദാവോനും പിന്നീട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സിയോങ് അങ്ങനെ മറ്റൊരിടത്തേക്ക് വന്ന് നിന്നിട്ട് വിഷമിച്ചിരിക്കും.
ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് വർക്ക് കഴിഞ്ഞ് നൈറ്റ് ദാവോൻ പോകുമ്പോഴത്തേക്കും സിയോങ് അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ ആ സമയം സുഹ്യോൻ അവൻ്റെ കാറും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ദാവോനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയം തന്നെ ദാവോനാണെങ്കിൽ സിയോങ് തന്നെ ഫോളോ ചെയ്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സിയോങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സിയോങ്ങിനെ ഒന്ന് നോക്കിയിട്ട് ദാവോനാണെങ്കിൽ സുഹ്യോൻ്റെ കൂടെ കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ ദാവോൻ്റെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും സുഹ്യോനും ദാവോനും അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയം ദാവോനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാനും സിയോങ്ങും തമ്മിൽ ഒന്നുമില്ല, നിനക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ ഈ മുഖവും വെച്ച് നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദാവോൻ അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാനും ജെയിമിനും തമ്മിൽ ഇപ്പോൾ കണക്ഷനൊന്നും ഇല്ലല്ലോ, ഞാൻ ജെയിമിനെ മീറ്റ് ചെയ്യാനും പോകാറില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോൻ നീ എന്തിനാ ഇപ്പോൾ ജെയിമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ദാവോൻ ഞാൻ ജെയിമിൻ്റെ കൂടെ നടക്കുന്നുണ്ടല്ലേ, നീ എന്നെ ഇട്ട് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം സുഹ്യോനാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അത് പിന്നെ എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹമെന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ ചുമ്മാ കള്ളം പറയലെന്ന് പറയുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ, എനിക്ക് നിൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹമെന്ന് പറയുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ ഇപ്പം നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം, നീ എന്നെ മുമ്പ് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഇട്ടിട്ട് പോയതല്ലേ, എന്നിട്ട് ഇപ്പം എന്തിനാ തിരിച്ചു വന്നത്, 7 വർഷം മുമ്പ് നീ എന്നെ എപ്പോഴാണ് ഇട്ടിട്ട് പോയത്, അപ്പോഴേ ഞാൻ നിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞതാ, ഇതിപ്പോൾ നിനക്ക് തോന്നുന്ന പോലെ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വീണ്ടും വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഞാനതിന് സമ്മതിക്കത്തുമില്ല, ഇനി നിനക്ക് എൻ്റെ ലൈഫിലൊരു സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് ധാവനാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് നടന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവരുടെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മെറ്റീരിയൽസൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് ദാവോൻ വരുന്നുണ്ട്. കൂടെ മറ്റൊരു പെങ്കൊച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനവിടെ എത്തുമ്പോൾ ആ പെങ്കൊച്ച് മെസ്സേജ് അയച്ചിട്ട് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് വന്നു, അതുകൊണ്ട് എനിക്ക് പകരം ഞാൻ വേറെ ആൾ അയച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് സിയോങ് ആയിരുന്നു. അവനങ്ങനെ സിയോങ്ങിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് സംസാരിക്കാൻ നിൽക്കുന്നില്ല. അവനാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ കൊടുക്കാമെന്ന് പറഞ്ഞ ആളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ടൈമിന് അയാളെന്തോ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും സിയോങ് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം എങ്കിൽ പിന്നെ നമുക്ക് എക്സിബിഷനെല്ലാം പോയാലോ, ഫുഡ് കഴിക്കാൻ പോയാലോ എന്നൊക്കെ പറയാണ്. ആ സമയം ദാവനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കാമെന്ന് നീയല്ലേ എനിക്ക് പെർമിഷൻ തന്നത്, പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം ദാവൻ്റെ അനിയത്തിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് സോറി എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് വന്നുപോയി, അതുകൊണ്ടാണ് എനിക്ക് നിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റാത്തത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുവാണെന്ന് കള്ളം പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ പാർട്ട് ടൈം ജോബ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അവളിപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് കൊണ്ട് ഫുഡ് സെർവ് ചെയ്യുമ്പോഴത്തേക്കും ആ പയ്യൻ്റെ ഡ്രസ്സിലേക്ക് ആ ഫുഡ് തെറിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ വലിയൊരു സീൻ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം അവനെ പേടിച്ച് അവൾ ബാക്കിലോട്ട് ഇങ്ങനെ നീങ്ങുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന കാർട്ടിൽ തട്ടിയിട്ട് അവളൊന്ന് താഴേക്കൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ പിന്നീട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് സിയോങ്ങും ദാവോനും പോകാൻ നിൽക്കുമ്പോഴാണ് ദാവോന് ഒരു കോൾ വന്നിട്ട് ഇതുപോലെ അവൻ്റെ അനിയത്തി ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്നത്. അവന് ടെൻഷനായിട്ട് പെട്ടെന്ന് കാർ എടുക്കാൻ പോകുമ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സിയോങ് കൂടെ വന്നിട്ട് അവൻ്റെ അടുത്തുനിന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് കീ വാങ്ങിച്ചിട്ട് സിയോങ്ങും ദാവനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ദാവോൻ നോക്കുമ്പോൾ അവിടെ ജെയിമിൻ നിൽക്കുന്ന കണ്ടിട്ട് ദാവോനാണെങ്കിൽ നീ എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ജെയിമിനാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അനിയത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിലാണെങ്കിൽ എന്തോ ചെറിയ പൊട്ടലുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ അനിയത്തിയും ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ദാവനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നിൻ്റെ അടുത്ത് ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞതല്ലേ പാർട്ട് ടൈം ജോബിന് പോകരുത്, സ്കൂളിൽ പോയി പഠിക്കാൻ, പിന്നെ നിനക്ക് പറയുന്ന അനുസരിച്ച് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൾ എനിക്ക് പഠിക്കേണ്ട, പഠിത്തത്തെക്കാൾ ഇമ്പോർട്ടൻറ്റ് എനിക്ക് ജോലിയാണ്, എനിക്ക് ആ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്ന് പോകാൻ ഇത്രയൊക്കെ ആഗ്രഹം എന്താ, കുറച്ച് കാലം കൂടെ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ നിനക്ക് ജോലി കിട്ടിയുണ്ടെങ്കിൽ നീ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയല്ലോ, എന്നാൽ അച്ഛൻ്റെ ഇടയിലും അമ്മയുടെ ഇടയിലും പെട്ട് ഞാൻ കുടുങ്ങിക്കിടക്കുക, വേറെ 2 സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അവന്മാരാണെങ്കിൽ ഒരു സഹായത്തിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്താവും നിനക്കാണെങ്കിൽ അനുസരിക്കാൻ വയ്യെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം സിയോങ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെയിമിനും പെട്ടെന്ന് ദാവോൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പുറകെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ജെയിമിൻ ദാവോൻ്റെ അടുത്ത് നിന്നിട്ട് നീ ടെൻഷനാവാതിരിക്കുക, അവളുടെ സിറ്റുവേഷൻ കൊണ്ട് അവളങ്ങനെ ചെയ്തു പോയത്, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ കുഴപ്പമില്ല നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ജെയിമിനപ്പോൾ നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഇതെൻ്റെ പ്രോബ്ലമാണ്, ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദാവൻ അവിടെ നിന്ന് പോവുകയാണ്. ദാവൻ ആദ്യമായിട്ടാണ് ജെയിമിൻ പറയുന്നതിന് എതിർത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ ജെയിമിനാണെങ്കിൽ എന്തോ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം സുഹ്യോനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വീട്ടിൽ നിന്ന് ഡ്രിങ്ക് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തിരിച്ച്
ദാവുവിനെ വീട്ടിൽ കൊണ്ടുവിടുന്ന ടൈമിന് ദാവുനാണെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ നീ തിരിച്ചു വരാൻ നിൽക്കുവാണോ? എനിക്കിനി എൻ്റെ ലൈഫിൽ നിന്നെ ആവശ്യമില്ലയെന്ന് പറഞ്ഞിട്ട് പോയ കാര്യമൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ച് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ അവൻ്റെ അമ്മ അവനെ കോൾ ചെയ്തിട്ട് നീ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്? നിനക്ക് വേണ്ടിയിട്ട് ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കി തരുമ്പോൾ അവളെ നീ ഓട്ടിച്ച് വിടുവാണോ? നിൻ്റെ അടുത്ത് ഞാൻ ഒരു ഡേറ്റിന് പോയിട്ട് ഒരു പെങ്കൊച്ചിനെ സെലക്ട് ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ മാത്രമല്ലേ പറയുന്നുള്ളൂ? അങ്ങനെ ചെയ്താലല്ലേ അച്ഛൻ നിനക്ക് കമ്പനി ആയിരത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? കമ്പനി നിനക്ക് സ്വന്തമായിട്ട് വേണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ തിരിച്ച് കൊറിയയിലേക്ക് വന്നത്. ഞാൻ എബ്രോഡ് പോയിട്ട് പഠിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന പയ്യനെ എനിക്ക് കിട്ടുമെന്ന് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ എന്താ ഇങ്ങനെയായി പോയി നോക്കുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം നീ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുവാണോ? അത് വിട്ട് കളയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ എന്നെ കൊണ്ട് വിട്ട് കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ പറയുന്നത് മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ ഉടനെ തന്നെ ഫോൺ ഇറങ്ങി അങ്ങ് പൊട്ടിച്ച് കളയുവാണ്. അതിനുശേഷം ദാവണ്ണം കാണിക്കുമ്പോൾ നൈറ്റ് അവൻ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന കണ്ടിട്ട് അവൻ പോയി നോക്കുമ്പോൾ അവൻ അനിയത്തിയായിരുന്നു. അവളാണെങ്കിൽ കള്ളം പറഞ്ഞിട്ട് പാർട്ട് ടൈം വർക്കിന് പോയതിനും ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെ സംസാരിച്ചതിന് സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ ഇവിടെ പുറത്ത് തണുപ്പാണ്, അകത്തേക്ക് വന്നിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവൾക്ക് കഴിക്കാൻ അവൻ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം ദാവോനും ഞാനും അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് നിനക്ക് അപകടം പറ്റിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് ഫുള്ളങ്ങ് ബ്ലാങ്കായി പോയി, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ അതൊന്നും കുഴപ്പമില്ല, ചേട്ടൻ ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്ന ടൈമിന് അവളാണെങ്കിൽ പിന്നെ ചേട്ടാ എനിക്ക് ജെയിമിൻ്റെ ക്യാരക്ടറിൽ എന്തോ സ്ട്രെയിഞ്ച് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. അതായത് ജെയിമിനാണെങ്കിൽ എനിക്ക് അപകടം പറ്റിയ ഉടനെ തന്നെ ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എന്നാൽ ഞാൻ ആരടുത്തും അവിടെ വർക്ക് ചെയ്യുന്ന ആരും പറഞ്ഞിട്ട് പോലും ഇല്ല. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അവൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ കാരണക്കാരനായ കസ്റ്റമർ അവൻ്റെ പൈസ കൊടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് ജെയിമിനാണ്. പക്ഷേ ജെയിമിനാണെങ്കിൽ അവളൊന്ന് പേടിപ്പിക്കാനേ പറഞ്ഞുള്ളൂ, അവൾക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടാക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ കൊടുക്കുന്ന ടൈമിന് ആ പയ്യൻ്റെ അടുത്ത് അത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എന്നോട് അത്രയ്ക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കും കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ദാവനാണെങ്കിൽ അതിന് ജെയിമിന് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ നമ്മൾ എന്തുമാത്രം കെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അനിയത്തിയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, സോറി ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന ആ ചേട്ടൻ അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല എന്നവൾ പറഞ്ഞങ്ങ് വിടുന്നുണ്ട്. പക്ഷേ പിന്നീട് അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ദാവൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് സിയോങ്ങിന് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് സിയോങ്ങും അവളും കൂടെ ആയിട്ട് ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ദാവോങ് ആണെങ്കിൽ ഇവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പോയായിരുന്നു, ജെയിമിനും പുറകെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെ ബാക്കി വന്നത് സിയോങ് മാത്രമായിരുന്നു. ഇവക്കാണെങ്കിൽ മുറിവിൽ മരുന്നും ക്ലീനിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ ഗാർഡിയനായിട്ട് ഒരാൾ വേണം. എന്നാൽ ദാവോൻ പോയതുകൊണ്ട് തന്നെ സിയോങ് ആണ് ഗാർഡിയനായിട്ട് നിന്നിട്ട് ഇവളുടെ കാര്യങ്ങളെല്ലാത്തിനും നേതൃത്വം കൊടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ നിന്നത്. അതേപോലെ തന്നെ അവൾക്കുള്ള മെഡിസിൻ, ഫുഡ്, വെള്ളം എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരിപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള പൈസ എല്ലാം ഇവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ എനിക്കിതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അല്ല എനിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു തന്നെയല്ലേ, അപ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ നീയും ദാവോനും ഒരുപോലെ തന്നെയാ, എനിക്കാണെങ്കിൽ എന്തെങ്കിലും തിരിച്ച് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്, പിന്നെ എന്തെങ്കിലും തിരിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഡ്രിങ്ക്സിൻ്റെ പൈസ മാത്രം നീ കൊടുത്താൽ മതി, ഈ പൈസ നീ തിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ട് ആ പൈസ അവൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അവളപ്പോൾ ഓക്കെ എന്ന് പറയാണ്. എന്നിട്ട് സിയോങ്ങിൻ്റെ അടുത്ത് നിനക്കാണെങ്കിൽ എൻ്റെ ചേട്ടനെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം സിയോങ് മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ അവളാണെങ്കിൽ അവനെടുത്ത് ചാടി ഓരോന്ന് വിളിച്ച് പറയും. ചില സമയം അവനാണെങ്കിൽ ചിന്തിക്കാതെ ഓരോന്ന് പ്രവർത്തിച്ച് കഴിയും. പക്ഷേ അവനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് അവൻ ഇട്ടിട്ട് പോയേക്കരുതേ, അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവനൊരു ദിവസം നിനക്ക് വേണ്ടിയിട്ട് മനസ്സ് തുറക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ദാവനാണെങ്കിൽ വർക്കിനൊന്ന് നിൽക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം എൻ്റെ അനിയത്തിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ വെച്ച് ദേഷ്യപ്പെട്ട എല്ലാം സിയോങ് കണ്ടല്ലോ എന്നോർത്ത് അവൻ ഒരുമാതിരിയായി നിൽക്കുകയാണ്. ആ സമയം സിയോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം ദാവൻ നീ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് പറയുന്ന ടൈമിന് സിയോങ് അത് പിന്നെ എനിക്ക് അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇന്നലെ നീ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നിൻ്റെ അനിയത്തിയുടെ ഗാർഡിയനായിട്ട് ഞാൻ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, ഇപ്പോൾ പോകാൻ പറയുന്നുണ്ട്. ആ സമയം സിയോ വീണ്ടും ഒന്ന് പറയാൻ വരുമ്പോൾ ദാവനാണെങ്കിൽ നീ ഒന്ന് പോവാവോ, നിൻ്റെ മുന്നിൽ എൻ്റെ ഈ ഒരു മുഖമെല്ലാം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം സിയോങ് പുറകെ വന്നിട്ട് നാണക്കേട് തോന്നാൻ മാത്രം എന്താ ഉള്ളത്, ഞാൻ എന്നെ മുഴുവനായിട്ട് നിനക്ക് കാണിച്ചു തന്നില്ലേ, ഞാനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നതും എൻ്റെ സന്തോഷവും എൻ്റെ സങ്കടവും എൻ്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ നാണം കിടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ കാരണം എനിക്കിതൊന്നും കാണിക്കാൻ താല്പര്യമില്ല, നീ ഒന്ന് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ പക്ഷേ എന്നെ കൂടെ നിർത്താമെന്ന് നീ പറഞ്ഞല്ലേ,
എനിക്കാണെങ്കിൽ നിർത്തിയിട്ട് ഇട്ടിട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്കാണെങ്കിൽ നിൻ്റെ അടുത്തുനിന്ന് പോകണമെന്നുണ്ട്. നിൻ്റെ മുന്നിൽ ചിരിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡും ഞാൻ ഉള്ളിൽ വിഷമിക്കുക, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എങ്ങനെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നീ എൻ്റെ അടുത്ത് തിരിച്ച് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പ്രോമിസ് ചെയ്യ്, ഞാൻ നിൻ്റെ കൂടെ നിന്നോട്ടെ പ്ലീസ്. നീ എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരികയും ചെയ്യാവും ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവണ് എന്ത് മറുപടി പറയണമെന്ന് അറിഞ്ഞുകൂടാ. അതേസമയം തന്നെ സിയോങ്ങാണെങ്കിൽ സത്യമായിട്ടും എത്ര കാലം വേണേലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം, പക്ഷേ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ദാവൻ അതിനൊരു മറുപടി പറയാതെ അവിടെ നടന്നു പോയി കഴിയുകയാണ്. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സുഹ്യോൻ അവന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അങ്ങനെ സുഹ്യോനാണെങ്കിൽ ഇവനെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്കെല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു മോതിരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ സിയോങ് അവൻ്റെ അടുത്ത് പ്ലീസ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് ആരും ആലോചിക്കുകയാണ്. അങ്ങനെ ആ ഒരു മോതിരം തിരിച്ച് സുഹ്യോൻ്റെ കൈ കൊടുത്തിട്ട് സോറി, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇനി പഴയതുപോലെ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് ദാവോനാണെങ്കിൽ സിയോങ്ങിന് മെസ്സേജ് അയച്ചിട്ട് നീ എവിടെയാണ്, എനിക്ക് ഇന്നൊന്ന് കാണണം, ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് കറക്റ്റ് സുഹ്യോൻ വന്ന് അവൻ്റെ കൈ പിടിച്ച് തടങ്ങിയിട്ട് നീയാണെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് എല്ലാം ചെയ്താൽ ഓക്കെ ആവുമെന്നാണ് നിനക്ക് തോന്നുന്നത്. അങ്ങനെ കാര്യങ്ങൾ ഓക്കെ ആവണമെങ്കിൽ ഫസ്റ്റ് ജെയിമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഇവിടുത്തെ പ്രശ്നക്കാരൻ ഞാനല്ല, ജെയിമിനാണ്. ഇതുവരെ നടന്ന എല്ലാ കാര്യത്തിനും ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ, അത് ജെയിമിനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ ജെയിമിൻ എന്തിനാ അതിന് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയം തന്നെ പെട്ടെന്ന് ദാവന് അവൻ്റെ അനിയത്തിയും ജെയിമിനെ പറ്റി ഡൗട്ട് പറഞ്ഞ കാര്യം ഓർമ്മ വരുവാണ്. അങ്ങനെ ഇപ്പോൾ സുഹ്യോൻ പറഞ്ഞത് ഒരുവിധം ശരിയാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ജെയിമിനെ കാണിക്കുമ്പോൾ നേരത്തെ ആണെങ്കിൽ ദാവനാണെങ്കിൽ ഇവന് മെസ്സേജ് അയച്ചിട്ട് ഞാനാണെങ്കിൽ നിന്നെ മീറ്റ് ചെയ്യാൻ വന്നോട്ടെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ മെസ്സേജിന് ഇവനിപ്പോൾ റിപ്ലൈ കൊടുത്തിട്ട് ദാവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുമ്പോഴാണ് ദാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജെയിമിനപ്പോൾ വാങ്ങിയ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ടൈമിന് ദാവനാണെങ്കിൽ നീയാണോ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ജെയിമിനപ്പോൾ എന്ത് ചെയ്തതെന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ അനിയത്തിയുടെ അടുത്ത് അങ്ങനെ ചെയ്ത നീയാണോ, സുഹ്യോൻ എബ്രോഡ് പോകാൻ കാരണക്കാരനായത് നീയാണോ, പിന്നെ ജുൻഹൂൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് അതിന് പിന്നിൽ നീയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയിമിൻ അതേ ഞാനാണെന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ജെയിമിൻ തിരിച്ചു പറയുമ്പോൾ ഇഷ്ടമാണെന്നോ, ഇഷ്ടമായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചപ്പോൾ ജെയിമിൻ എന്താ എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്ന് വെച്ചിട്ട് ദാവനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദാവനപ്പോൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ജെയിമിനപ്പോൾ ദാവനെ പിടിച്ച് സോഫയിലേക്ക് ഇട്ടിട്ട് അവന് കിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദാവൻ പരമാവധി തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ജെയിമിനെ തള്ളി മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ദാവൻ പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയം ജെയിമിൻ അവിടെ ഇരുന്നേന്ന് ഒരു കത്തി എടുത്തിട്ട് അവൻ്റെ കയ്യിൽ തന്നെ 3 പ്രാവശ്യം കുത്തുന്നുണ്ട്. ഇത് കാണുമ്പോൾ ദാവനും ഷോക്കായി നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്, കോളേജിൽ പഠിക്കുന്ന ടൈം. ആ സമയത്ത് ദാവോൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആക്ച്വലി സുഹ്യോനായിരുന്നു. സുഹ്യോനും ദാവോനും ഇഷ്ടമായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലേക്കായിരുന്നു ജെയിമിൻ കയറി വന്നത്. അങ്ങനെ ജെയിമിൻ ഇവരുടെ ഇടയിലേക്ക് കയറി വരുന്നതിന് മുമ്പായിട്ട് ദാവോനും സുഹ്യോനും കൂടെ ആയിട്ട് ലൈബ്രറി ഇരിക്കുന്ന ടൈമിന് ദാവോൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുമായിരുന്നു സുഹ്യോൻ. ആ സമയം ദാവനാണെങ്കിൽ സുഹ്യോനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇത് കണ്ടിട്ട് സുഹ്യോൻ എഴുന്നേറ്റിരുന്നിട്ട് എൻ്റെ മുഖത്ത് ഏറ്റവും ഭംഗിയുള്ളത് എന്താണെന്ന് നോക്കുമ്പോൾ ദാവനാണെങ്കിൽ അതിന് ഞാൻ നിൻ്റെ മുഖമൊന്നുമല്ല നോക്കിക്കൊണ്ടിരുന്നത്, നിൻ്റെ കൈ കിടക്കുന്ന മോതിരമാണ് നോക്കിയെന്ന് പറയുമ്പോഴത്തേക്കും സുഹ്യോൻ അത് അഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ നീ എടുത്തോളാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിന് എത്ര വിലയും നോക്കുന്നുണ്ട്. ആ സമയം സുഹ്യോൻ ഒരു 1 മില്യൺ അത്രേ വരുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ അത്രയ്ക്കൊക്കെ വില ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോൻ എന്താ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തരാനാണോ എന്ന് ചോദിക്കുമ്പോൾ ദാവൻ ഞാനെന്തിനാ നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരണേന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ആ സമയം സുഹ്യോനാണെങ്കിൽ അവനെ തടങ്ങി നിർത്തിയിട്ട് അവിടെ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടേക്ക് അവനെ പിടിച്ചിരുത്തിയ ശേഷം അവനോട്ട് ക്ലോസ് ആയി ചെന്ന് നിന്നിട്ട് ഞാൻ ഇതുപോലൊരു മോതിരം നിനക്ക് വാങ്ങിച്ചു തന്നാൽ നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവനാണെങ്കിൽ മറുപടി പറയാൻ പറ്റുന്നില്ല, ഇവൻ്റെ കണ്ണിലോട്ട് പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല. ആ സമയം അങ്ങോട്ടേക്ക് ആരും നടന്നു വരുന്ന കണ്ടിട്ട് മാറ് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ സുഹ്യോൻ മാറുന്നില്ല. അങ്ങനെ ദാവനാണെങ്കിൽ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ ചിരിച്ചിട്ട് മാറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ക്ലോസ് ആയിട്ടൊന്നും ഇരിക്കാതെ ഒന്നും സംഭവിക്കാത്ത പോലെ നീങ്ങിക്കുമ്പോൾ അതുവഴി ആൾക്കാരൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്നൊരു ഷെൽഫിൻ്റെ അവിടെ ഇട്ട് ജെയിമിൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ജെയിമിൻ ഇവരൊന്നിക്കാതിരിക്കാനാണ് പിന്നെ അങ്ങോട്ട് സകല പദ്ധതികളും ഒപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നത് ബൈ.